നമസ്കാരം. പ്രധാനപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട് വീണ്ടും എത്തുകയാണ്. കലോത്സവവേദിയിലാണ്, അതുകൊണ്ടാണ് വാർത്തകളൊന്നുമില്ലാത്തത്. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ടർ ടി വിയിൽ നിന്നും സുജയ പാർവതി രാജിവെച്ചു. കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. കുറേ ദിവസങ്ങളായി സുജയ അവധിയിലാണെങ്കിലും രാജി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാകും. പക്ഷേ ഔദ്യോഗികമായി രാജിവെച്ചപ്പോഴാണ് നമ്മളൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയത്. ബിഗ് ടി വിയിലേക്കാണ് സുജയ പോയിരിക്കുന്നത്. ബിഗ് ടി വി എന്ന് പറയുമ്പോൾ തെലുങ്കാനയുമായി ബന്ധപ്പെട്ട ഒരു ചാനലാണ്. അത് കേരളത്തിൽ തുടങ്ങുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിലെ പ്രധാനപ്പെട്ട ആൾ അനിൽ അയിരൂറാണ്. അനിൽ അയിരൂരും ഈ സുജയുമായുള്ള ബന്ധങ്ങൾ നമുക്കറിയാം. ഫ്ലവേഴ്സ് 24-ൽ നിന്നുമാണ് ഇവർ റിപ്പോർട്ടിലേക്ക് 24 തൊട്ട് ഇവരുടെ ബന്ധങ്ങളുണ്ട്. ഇവർ പൊതുവെ പറയപ്പെടുന്നത് ഇവർ BJP എന്നാണ്. BJP അനുഭാവിയൊന്നും BJP ഒന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കറിയാം, റിപ്പോർട്ട് ടി വിയിൽ ചർച്ച കാണുമ്പോൾ സുജയ BJP പക്ഷം നിന്ന് തന്നെയായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഈ BJP എന്ന് പറയുന്ന സുജയ ഇപ്പോൾ ഈ തെലുങ്കാനയുമായി ബന്ധപ്പെട്ടുള്ള ബിഗ് ടി വിയിലേക്ക് പോകുമ്പോൾ അവിടെ നടന്ന സംഭവങ്ങളാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ MP AICC സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു, KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി എന്ന കാര്യം കൃത്യമാണ്. KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് സുജയ ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയെന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. KC വേണുഗോപാൽ ആയിട്ട് ചർച്ച നടത്തി. ഈ ബിഗ് ടി വിയുമായി ബന്ധപ്പെട്ട് രണ്ട് പേരാണ്. റെഡ്ഡിയുടെ ഭാര്യയുമാണ്. റെഡ്ഡി എന്ന് പറയുമ്പോൾ ഒരു MP, കോൺഗ്രസിൻ്റെ ഒരു MPയുടെ സഹോദരനാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ ഈ കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നൊരു ലക്ഷ്യബോധം ഇപ്പോൾ സുജയയുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയിരിക്കുന്നത്. അതാണ് KC വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നുള്ളത്. കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സുജയ ഇത്ര നാളും എടുത്ത ഒരു നിലപാട് BJP നിലപാടായിരുന്നു. റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിൽ BJP അനുഭാവിയായിരുന്നു ചർച്ച നടത്തിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ KC വേണുഗോപാലുമായി എന്താണ് ബന്ധം? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസും BJPയുമായി ഒരു ബന്ധമുണ്ട് എന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ സംശയിക്കേണ്ടതായി വരില്ല. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുകയാണ്. സുജയ്ക്ക് വെച്ചിരിക്കുന്ന ഓഫർ 1 കോടി രൂപയാണ് അഡ്വാൻസ് എമൗണ്ട് എന്ന നിലയിൽ കൊടുക്കുക. 10 ലക്ഷം രൂപ സാലറി, ഫ്ലാറ്റ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് 1 കോടി രൂപ കൊടുക്കുന്ന ഈ സാധനം ക്ലച്ച് പിടിച്ച് വന്നാലാണ് എന്നാണ് കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇപ്പോൾ ബിഗ് ടി വിയിലേക്ക് പോയിട്ടുണ്ട്, പല സ്ഥലത്തും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അനിൽ അയിരൂരിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, മാനേജിംഗ് ഡയറക്ടറായി ഈ ബിഗ് ടി വിയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും എന്ന നിലയിലാണ് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് റെഡ്ഡിയുടെ ഭാര്യയുമാണ്. ഇത് രജിസ്ട്രേഷൻ ഡിസംബർ 17-ാം തീയതിയാണ് ബിഗ് ടി വിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ഇവർ പോയത്. പക്ഷേ അതിന് സാധിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം അനിൽ അയിരൂർ കേരളത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലേക്ക് പോകുമ്പോൾ രജിസ്ട്രേഷൻ നൽകിയ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേരില്ല എന്നും എനിക്ക് വ്യക്തമായി സൂചന ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റെഡ്ഡിയുടെ ഭാര്യയും തന്നെയാണ് കേരളത്തിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു സാറ്റലൈറ്റ് തുടങ്ങുമ്പോൾ ഏഞ്ചൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു രീതി തുടർന്നു പോകുന്നു. ഏഞ്ചൽ ഫണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വിദേശത്തു നിന്നും ഫണ്ട് ശേഖരിക്കുന്ന ഒരു സംഭവമാണ് ഏഞ്ചൽ ഫണ്ട്. ആ ഫണ്ട് സ്വരൂപിക്കുന്നതായിട്ട് കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എനിക്ക് കൃത്യമായി അറിയാവുന്ന ബിസിനസ്സുകാരെയും വിദേശത്തുള്ള ബിസിനസ്സുകാരെയും സമീപിച്ചിരുന്നു. എന്നാൽ റെഡ്ഡിയെ കുടുംബത്തെയും അറിയില്ലാത്തത് കൊണ്ട് അവർ പണം മുടക്കാൻ തയ്യാറായിട്ടില്ല എന്നും വാർത്ത വരുന്നുണ്ട്. ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ചാനലുകൾ കൂണുപോലെ മുളച്ചു വരുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അനിൽ അയിരൂരിനെ സംബന്ധിച്ചിടത്തോളം ചാനലുകളിൽ നിന്ന് അദ്ദേഹം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ബിഗ് ടി വി പോലെ ഒരു ചാനൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രവർത്തനം എന്ന് ഒന്ന് കാത്തിരിക്കേണ്ടത് നമ്മൾ കാണണം. അവിടെയാണ് ഞാൻ ഇതിൻ്റെ സത്യങ്ങൾ, എനിക്കറിയപ്പെട്ട സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് വളരെ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അങ്ങനെ പുറത്തു കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഈ സുജയയുടെ ഒരു മാറ്റം, അവിടുത്തെ മെയിൻ പോസ്റ്റുള്ള ആ ലേഡിയുടെ ഒരു മാറ്റം അവിടെ ഉള്ളവർക്ക് ഒരു ആശ്വാസമായി എന്നും കലോത്സവ വേദിയിൽ വന്നപ്പം കുറച്ച് സ്റ്റാഫുകളെ കണ്ടപ്പോൾ പറയുന്നു. ഇതിനു മുമ്പും വലിയ പ്രശ്നങ്ങളുണ്ടായി. എന്നാൽ പോകുന്ന ഒരു നിലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു മാനേജ്മെൻറ്റ്. പക്ഷേ എന്നാലും അവിടെ തന്നെ തുടർന്നു. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പും. അതോടൊപ്പം തന്നെ ഈ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർമാർ ഒരിക്കലും ശമ്പളം വർദ്ധിപ്പിച്ച കാരണം
സുജയ പോകാൻ നിൽക്കുന്നു എന്നിവർക്ക് ഉറപ്പ് ലഭിച്ചുകൊണ്ട് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തു നൽകിയില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സുജയ ഇപ്പോൾ BJP കാരി എന്ന് പറയുന്ന സുജയ കോൺഗ്രസിൻ്റെ നേതാവായ KC വേണുഗോപാൽ വഴി ബിഗ് TVയിലേക്ക് പോയിരിക്കുന്നു. ഇവിടെയാണ് അന്തർധാര നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് TVയുടെ പ്രവർത്തനം എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. പല സ്ഥലങ്ങളിൽ നിന്നും പല ചാനലിൽ നിന്നും ആളുകൾ പോയെങ്കിലും പല ഇടങ്ങളിലും മറ്റ് ചേക്കേറുന്ന ആളുകൾ പല ചാനലിലേക്ക് വീണ്ടും ചേക്കേറുന്ന നിലയിലേക്ക് പോകുന്നു. ഇതെല്ലാം കാത്തിരുന്ന് കാണാം. ബിഗ് TVയുടെ പ്രവർത്തനം എങ്ങനെയാവുമെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്ത് ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.